വീഡിയോ എടുക്കാൻ തുടങ്ങി, സോറി കണ്ടില്ല കേട്ടോ. അതേ, വീണ്ടും പെയിൻറ്റിങ്ങിലേക്ക് ഇറങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നലെ ഞാൻ എപ്പോഴാണ് ഈ ഫോട്ടോയുടെ ലാസ്റ്റ് ഭാഗം ഫിനിഷ് ചെയ്ത് കിടന്നത് എന്നുള്ളത് റെഗുലറായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ ഇതൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇത് ഞാൻ കാണിച്ചു തരാം. ഉണങ്ങിയിട്ടില്ല. പക്ഷേ നമ്മൾ പെയിൻറ് ചെയ്ത് ഇതാക്കുന്നതിനനുസരിച്ച് അതങ്ങ് ഉണങ്ങിക്കോളും. നമുക്ക് പെയിൻറ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഉണക്കമില്ലായ്മയൊന്നും അല്ല. അപ്പോൾ ഇപ്പം ഏകദേശം പിടുത്തം കിട്ടിക്കാണുമല്ലോ എല്ലാവർക്കും, എങ്ങനെയാണ് ഞാൻ ഈ ഹിന്ദുക്കളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഏകദേശം ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായി കാണല്ലോ. 4 മണി വരെ കുത്തിരുന്ന് വരച്ച് 4 മണിക്ക് കിടന്നുറങ്ങി 12 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് പിന്നീട് ദേ കുളിച്ച് വരയ്ക്കാനിരുന്ന്. അപ്പോൾ സിമ്പിളായിട്ടാണ് ഞാൻ ഒരാളെ പറ്റിക്കുന്നത് എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ? വെരി വെരി സിമ്പിളാണിത്. ഒരാളെ പറ്റിക്കുക എന്ന് പറയുന്നത് ഇത്ര സിമ്പിളാണ് എന്നുള്ളത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പെയിൻറ്റിങ്ങിൻ്റെ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് കരുതിയത്. റെഗുലറായിട്ട് കാണുന്ന എൻ്റെ ഫോളോവർ ആണെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഞാൻ എത്ര സിമ്പിളായിട്ട് പറ്റിക്കാൻ ഒരാളെ പറ്റുമെന്നുള്ളത്. അപ്പം അങ്ങനെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ കേട്ടോ എനിക്ക് മൈഗ്രെയിൻ മാറാത്തതും. ചിലർ പറയും ദൈവം എനിക്ക് തന്ന എന്താ പറയുക ശിക്ഷയാണെന്ന്. ദൈവം തന്ന ശിക്ഷ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നത് കൊണ്ടായിരിക്കാം മേ ബി എനിക്കങ്ങനെ ശിക്ഷ തരുന്നത്. ഇപ്പോൾ കുറേ ദിവസമായില്ലേ മോനെ വരാഞ്ഞിട്ട്, മൈഗ്രെയിൻ വരാഞ്ഞിട്ട് 3, 4, 5, 6. ഈ എന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയാണ്. അപ്പം ഇത് ഞാൻ ഒരുപാട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരാൾക്കാട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് മാത്രമേ നിനക്ക് സ്പെഷ്യൽ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും സ്പെഷ്യൽ ഇല്ലേ എന്നുള്ളത്. അയ്യോ, ഇവിടെ ഇത് കൊടുക്കാൻ മറന്നു എനിക്ക്. ബാക്കിയുള്ളതും എനിക്ക് സ്പെഷ്യലാണ്. കാരണം എന്താ വെച്ചാൽ ഒരാളുടെ ഭക്തിയായിട്ട് അഭിനയിക്കുന്നതും നമുക്ക് മനസ്സിലാവും. നിങ്ങൾ എന്നെ കപടഭക്ത എന്ന് വിളിക്കുന്നത് പോണം. അതേപോലെയുള്ളൊരു ചേട്ടനാണ് ഇത് പാനുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവർ കപടഭക്തരാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. ഓയ്യോ, ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. യഥാർത്ഥ ഭക്തനാണ് എന്നുള്ളത് അത്രമേൽ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇത്രമേൽ സ്പെഷ്യലാക്കിയിട്ട് ഞാൻ വരച്ചത്. കാരണം എന്നോട് അദ്ദേഹത്തിന് കൊറിയർ ചെയ്യാൻ പോലും ഉള്ള താല്പര്യമില്ല. പക്ഷേ ഗുരുവായൂർ എത്തിച്ചു കൊടുക്കാൻ എൻ്റെ എക്സ്പെൻസ് അദ്ദേഹത്തിന് വഹിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ കൊറിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. അല്ലായിരുന്നുവെങ്കിൽ നേരിട്ട് തന്നെ അദ്ദേഹത്തിന് കയ്യിൽ കിട്ടണമെന്നുള്ള ഒരാഗ്രഹം. അതും നിങ്ങൾക്കറിയാമല്ലോ, ഡിസംബർ 1-ാം തീയതിയേക്ക് കിട്ടണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഈ ഒരു ഫോട്ടോ പൂർത്തീകരിക്കാൻ പറ്റൂ എന്നുള്ളത്. കാരണം പീരീഡ്സിൻ്റെ ടൈം ആയിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പക്ഷേ ആ ടൈം 1 മന്ത് മുന്നോട്ടായത്, അല്ല 1 വീക്ക് മുമ്പോട്ടായതുകൊണ്ട് ആ ചേട്ടനും എനിക്കും ഒക്കെ ഉപകാരമാണ്. പക്ഷേ എനിക്ക് എൻ്റെ കണ്ണൻ്റെ അടുത്ത് പോകാൻ പറ്റൂല എന്നുള്ളൊരു കണ്ണൻ എന്നെ കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്. അല്ലാതെ എന്ത്, ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂർ നടയിലെത്തണം എന്നുണ്ടെങ്കിൽ കണ്ണൻ തന്നെ വിചാരിക്കണം. അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എടി നിനക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് ഗുളിക മേടിച്ചു കഴിച്ചാൽ പോരെയെന്ന് ചോദിച്ചു. വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ എനിക്ക് ചെയ്യണമെന്നുണ്ട് ചെയ്യണ്ട എന്നുണ്ട്. കാരണം ഓൾറെഡി എനിക്ക് യൂട്രസിൻ്റെ അകത്ത് ചെറിയൊരു ഇഷ്യൂ ഉള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്താൽ ഇവൻ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കടുങ്കൈക്ക് നിൽക്കാത്തത്. ഇല്ലെങ്കിൽ എപ്പോഴോ ഞാൻ ഗുളിക മേടിച്ച് കുടിച്ച് പീരീഡ്സ് മുമ്പോട്ടും ബാക്കോട്ടും, ഇപ്പം പീരീഡ്സ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലാക്കി എടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, ഞാൻ വ്രതം എടുക്കും കേട്ടോ.
അഥവാ ഇതായാലും വ്രതം അവിടെ വെച്ച് മുറിയുമെന്നല്ലേ ഉള്ളൂ. അത്രയും നേരം എനിക്ക് വ്രതം എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് വ്രതം എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ അങ്ങനെ ഒരാൾക്കുള്ള ഒരു ഫോട്ടോ ആണ്. ഇത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ എനിക്ക് കോഴിക്കോടൊന്ന് പോവാൻ. വേറെ ഒന്നുമല്ല, പിള്ളേർക്ക് ചെറിയൊരു ഫോൺ മേടിച്ചു കൊടുക്കണം. എൻ്റെ ഫോൺ അവരുടെ കയ്യിൽ നിന്നാൽ ശരിയാവില്ല, അതുകൊണ്ടാട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് 10-12 കാമുകന്മാരുണ്ടായത് കൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കും. അതല്ല, എൻ്റെ ഫോണിൽ വരുന്ന മെസ്സേജുകൾ കാണുമ്പോൾ എൻ്റെ കണ്ണ് തന്നെ പുറത്തേക്ക് തള്ളി നിന്നിട്ട് മെലിയെന്ന് എൻ്റെ കണ്ണ് തള്ളി നിന്നിട്ട് എൻ്റെ മോനാ മുറ്റത്ത് നിന്ന് എടുത്തു കൊണ്ട് തന്നത്. എന്തമ്മ മുറ്റത്ത് കണ്ണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിടാ ഒരുത്തൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ കണ്ണങ്ങ് തെറിച്ചു പോയതാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ വീഡിയോസൊക്കെ എൻ്റെ ഫോണിലേക്ക് വരുന്നത്. എന്ത് ചെയ്യാനാ എൻ്റെ ഗുരുവായൂരപ്പ എന്നല്ല, നമ്മളെ മറ്റേ നന്ദനം സിനിമയിൽ നവ്യ നായർ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, എൻ്റെ ഉണ്ണികൃഷ്ണൻ നായരെ നിങ്ങൾ കാരണമാണ് നമ്മളിതൊക്കെ അനുഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ചിന്തയും ഉണ്ടോ ആവോ? നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ കാരണമാണ് ഞാൻ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്നാലും എൻ്റെ ഉണ്ണികൃഷ്ണൻ നായർ അപ്പം ജസ്റ്റിനെ കണ്ണനെ നായരാക്കി എന്ന് പറയും. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നവ്യ നായർ പറഞ്ഞൊരു ഡയലോഗാണ്. എന്നിട്ട് ഈ അടുത്ത അഭിമുഖത്തിൽ നവ്യ നായരും പറഞ്ഞിട്ടുണ്ട്, ആ നായരെ വിളി ആരും ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാൻ വന്നില്ലല്ലോ എന്നുള്ളത്. അത് ഈ പറഞ്ഞ ചില സംഗിണി ചേച്ചിമാർ കാണത്തില്ല. കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരതും കച്ചറയാക്കുമായിരുന്നു. ഇല്ലയെന്ന് പറയാൻ പറ്റൂലേ, കാരണം ഞാൻ അവരെക്കാട്ടിലും വലിയ ആളാവും എന്ന് പേടിച്ചിട്ടാണല്ലോ അവരിതൊക്കെ കളിച്ചു കൂട്ടിയത്. അപ്പം അവർ അതും ഒരു വിഷയമാക്കേണ്ടതായിരുന്നു. എന്തോ ഏതോ അവരോട് മറന്നു പോയതായിരിക്കും. അതുമല്ല, അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലല്ലോ, അതും ഒരു കാരണമാവാം. അതും ഉണ്ണിക്കൊരത്ഭുതമാഹ്ലാദം. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തിനാ വെച്ചാൽ, ഇങ്ങനെയാണ് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ എനിക്ക് ഓർഡർ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില അമ്മശിക്കുമാർ, ആര്, നമ്മളെ പ്രിയ ചേച്ചിനെ പോലുള്ള ആൾക്കാർ. ഞാൻ ഗുരുവായൂർ പോയി അന്നദാനം കഴിച്ചു തിരിച്ചു വന്നു. എൻ്റെ കണ്ണാ, കുറച്ച് റേഷൻ അങ്ങോട്ടങ്ങ് വാങ്ങിക്കൊണ്ടു കൊടുത്താൽ പോരെ? എന്തിനാ ഗുരുവായൂർ തെട്ടോളം പോയിട്ട് ആ ക്യൂ നിന്നിട്ടാ ചോറ് തിന്നേണ്ട ഒരു ഗതികേട് വരുത്തുന്നത്? കുറച്ച് അരി അങ്ങോട്ടങ്ങ് വാങ്ങിക്കൊണ്ടു കൊടുത്തേ. കെട്ടിയോനോ ഏതായാലും കൊണ്ടു കൊടുക്കുന്നില്ല, ഇച്ചെങ്കിലും കൊണ്ടു കൊടുക്കണ്ട കണ്ണാ. ഞാൻ എപ്പോഴും കാണും നമ്മളൊക്കെ ഗുരുവായൂർ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തള്ളയുടെ വീഡിയോ എടുത്താൽ നോക്കിയാൽ കാണാം, ഞാൻ ഗുരുവായൂർ പോയി അന്നദാനം കഴിച്ചു തിരിച്ചു പോകുന്നു എന്ന് മാത്രമേ ഈ തള്ള പറയാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്കൊക്കെ അന്നദാനം ചോറൊക്കെ പിന്നെ ആദ്യം ഒന്ന് കണ്ണനെ നിന്നൊന്ന് ഇടയിൽ നിന്നൊന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനൊക്കെ പോകല്. ഇത് ഞാൻ ഗുരുവായൂർ പോയി അന്നദാനം കഴിച്ചു തിരിച്ചു പോകുന്നു. ദാറ്റ്സ് ഓൾ. വെരി വെരി സിമ്പിൾ. അപ്പോൾ കണ്ണൻ ഇന്ന് ഏത് കളർ കോമ്പിനേഷൻ അമ്മനെ കൊടുക്കുക? വയലറ്റ് കൊടുത്തു, അല്ല ഇന്നലെ സ്കൈ ബ്ലൂ കൊടുത്തു, മിനിയാന്ന് വയലറ്റ് കൊടുത്തു, അതിന് വിറ്റേന്ന് റോസ് കൊടുത്തു. മഞ്ഞയും ഓറഞ്ചും കൂടി ആക്കിയാലോ? ബ്ലൂ മഞ്ഞ. ആ ബ്ലൂ ഇല്ലടാ, ആ ബ്ലൂ ഞാൻ തിരിച്ച് റിട്ടേൺ കൊടുത്തു. ആ ബ്ലൂ ഭയങ്കര തിക്നെസ് ആയി, അല്ല കട്ട കെട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, റോസും ബ്ലൂ അതിനേക്കാട്ടിലും ഭംഗി ഉണ്ടാവുക യെല്ലോ ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഉടയാടൊക്കെ എന്തായാലും ഞാൻ യെല്ലോ കളറാണ് കൊടുക്കാറുള്ളത്. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ ഇവിടെ നാളെ ഒരാളുടെ ബർത്ത്ഡേ ഒക്കെയാണ്. അപ്പോൾ പാവം 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 സുന്ദരിക്കുട്ടി. പിന്നെ എന്തേ പോയോ അന്നിനെ കൈമ്മ ചരട് കെട്ടിയേ? ഊരടി. പിന്നെ അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പം
കളർ കോമ്പിനേഷൻ ഞാൻ പ്രത്യേകിച്ച് തീരുമാനിക്കുന്നതൊന്നുമല്ല കേട്ടോ. അപ്പം തോന്നുന്നവൻ അപ്പ എന്ന് വിളിക്കൂ എന്ന് കണ്ടില്ലേ. എനിക്ക് അപ്പം എന്താണോ തോന്നുന്നത് ആ ഒരു കളർ കോമ്പിനേഷൻ അങ്ങ് കൊടുക്കും. അതേതാണ് എന്താണ് എന്നുള്ളതൊക്കെ ഫൈനലിയേ കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഫ്ലവറിനൊക്കെ വേറെ ഏതെങ്കിലും കളർ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ പോലും ഞാൻ ആ കളർ കൊടുക്കാതെ വേറെ കളർ കൊടുത്താളും. ഇതിപ്പം 3-ാമത്തെ ദിവസം കേട്ടോ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. 3-ാമത്തല്ല 4-ാമത്തെ ഫൈനൽ ഡേയാണ്. ഇന്നലെ ഒരു 1.5 ദിവസത്തിൻ്റെ പണി ഞാൻ എടുത്തിട്ടുണ്ട്. 4 മണി വരെ, പുലർച്ചെ 4 മണി വരെയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും രാവിലെ അതല്ല, വൈകിട്ട് 4 മണി വരെയാണ്. പുലർച്ചെ 4 മണി വരെ ഒരു 1.5 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്കെല്ലാം വ്യക്തമായും സ്ഫുടതയോടുകൂടിയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. 1-ാം തീയതിയൊക്കെ ഗുരുവായൂരേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇന്ന് 27 നാളെങ്കിലും എനിക്ക് കൊറിയർ ചെയ്യണം. ഇന്ന് കൊറിയർ ചെയ്യാൻ പറ്റും. ഇന്ന് ഈവനിങ് ആകുമ്പോഴേക്ക് ഇത് തീരും കേട്ടോ. എനിക്ക് ചെയ്ത് വെക്കാനുള്ള വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ കോഴിക്കോട് പോയി വരുമ്പോഴേക്കും ഇത് സംഭവം ഉണങ്ങും. അത് കഴിഞ്ഞ് ഒന്ന് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ കൊറിയർ ചെയ്യാൻ കൊടുക്കാം. ബട്ട് ഇന്നും കൊടുക്കില്ല, നാളെ കൊടുക്കുള്ളൂ. നാളെ എനിക്കൊരു റിവ്യൂ അതുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാളെ കൊടുക്കാം. അഥവാ അവർക്ക് ഫോട്ടോ ഇവിടെ വരച്ച് വെച്ചതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ പറ്റിക്കൽസുകാരി എങ്ങനെയാണ് പറ്റിക്കലുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. Ta-da!